ബി.ജെ.പി. ഫണ്ട് തട്ടിപ്പിൽ നിർണായക ശബ്ദരേഖ പുറത്ത് 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ശബ്ദ സന്ദേശം. കമ്മീഷൻ നൽകിയ കമ്പനി പ്രതിനിധിയുടെയാണ് ഓഡിയോ. സംസ്ഥാന സെക്രട്ടറി എം.പി. അഞ്ജനയ്ക്ക് നൽകിയത് 31 ലക്ഷം രൂപ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ കുടിശ്ശിക നൽകാമെന്ന ധാരണ പാലിക്കപ്പെട്ടില്ലെന്നും ഓഡിയോയിൽ പറയുന്നു. ഫുള്ള് വാങ്ങിത്തരുമ്പം കൊടുക്കാമെന്നല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പെട്ടെന്ന് എനിക്ക് ബാക്കി 4,65 എനിക്ക് തരണം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പേയ്മെൻറ്റ് ഫുൾ എമൗണ്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ജനയിൽ 31 ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഫുൾ എമൗണ്ട് കിട്ടിയിട്ട് കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, അത് വർഷം കഴിഞ്ഞുകൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ദിവസമായില്ലേ, ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടി കമ്പനിയിലൊന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ കമ്പനി ആപാടെ നഷ്ടത്തിൽ നിൽക്കുവാണ്. നമുക്ക് ആപാടെ കിട്ടുന്നൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. അതുപോലും ഇപ്പോൾ കിട്ടാതെ ഇപ്പം ആപാടെ കൈനഷ്ടം വന്നുകൊണ്ട് നിൽക്കുക. എത്രയും പെട്ടെന്ന് ആ പൈസ ഫണ്ടൊന്ന് റിലീസ് ചെയ്യാനുള്ള സംവിധാനം ഒന്ന് ചെയ്തു തരണേ. അതേസമയം ദേശീയ നേതൃത്വത്തിന് ലഭിച്ച ബില്ലിൽ ഒരു ദിവസം 27 മണിക്കൂർ കാർ ഓടിയെന്ന് കാട്ടിയും പണം തട്ടി. തിരുവനന്തപുരം നോർത്തിലെ ബി.ജെ.പി. നേതാവിൻ്റെ ഉടമസ്ഥയിലുള്ള DN ടൂർ സമർപ്പിച്ച ബില്ലിലാണ് തട്ടിപ്പ്. വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കുന്ന, അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സംഭവമാണ് ഈ ഫണ്ട് തട്ടിപ്പ് കേസ്. ഇത് പല ഉന്നത നേതാക്കൾ പോലും ഈ ആരോപണ നിഴലിലാകുന്നുണ്ട്, ആരോപണ വിധേയരാണ്. എന്താണ് ഏറ്റവും പുതിയതായി പുറത്തു വന്ന ഈ ഓഡിയോ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് വ്യാപകമായി കമ്മീഷൻ തട്ടുന്നു, അതോടൊപ്പം വാഹനങ്ങളുടെ പേരിൽ വാഹനങ്ങൾ ഓടിച്ചതുമായി ബന്ധപ്പെട്ട് പണം തട്ടിപ്പ്. ഇത് വലിയ രീതിയിൽ ഒരു ആഭ്യന്തര പ്രശ്നമായി സംഘടനയ്ക്കുള്ളിൽ, ബി.ജെ.പിക്കുള്ളിൽ ഇത് മാറുന്നുണ്ടോ അരുൺ? ഏറ്റവും അക്ഷരാർത്ഥത്തിൽ കടും വെട്ടാണ് ബി.ജെ.പിയിൽ നടന്നതെന്ന് ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാവുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടാണ് നടന്നത്. പാർട്ടി കൊടി, അത് ദേശീയ നേതൃത്വം സൗജന്യമായി നൽകിയ കൊടിയുടെ പേരിൽ പോലും ബില്ലിട്ട് തട്ടിപ്പ് നടത്തി, വ്യാജ ബില്ലുകളുണ്ടാക്കി, വ്യാജ GST ബില്ലുണ്ടാക്കി. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്ത നൽകിയത് ഈ സംസ്ഥാന സെക്രട്ടറി അഞ്ജന 31 ലക്ഷം രൂപ കൊടിയുടെ പേരിൽ കമ്മീഷൻ വാങ്ങിയെന്ന ഒരു കത്ത് ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ലഭിച്ച കത്തിൽ കൃത്യമായ ആരോപണമുണ്ടായിരുന്നു. അതൊന്നുകൂടി ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശമാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് അഞ്ജനയ്ക്ക് ഈ 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകും. അതായത് മുഴുവൻ തുകയും, ഈ കരാറുകാരന് മുഴുവൻ തുകയും കിട്ടുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് വീണ്ടും 4.65 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അതിനു മുമ്പ് തന്നെ കരാർ പ്രകാരം മുഴുവൻ തുകയും നൽകുമ്പോൾ കമ്മീഷൻ നൽകാമെന്നായിരുന്നു ആദ്യ ധാരണ. ആ ധാരണ പോലും നോക്കാതെ ഈ 31 ലക്ഷം രൂപ കമ്മീഷൻ അഞ്ജനയ്ക്ക് കൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ 4.65 ലക്ഷം രൂപ പിടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് ഈ കരാറുകാരൻ ബി.ജെ.പി. നേതാവിനോട് ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ കുടിശ്ശിക നൽകാമെന്നായിരുന്നു അഞ്ജന ഉറപ്പ് നൽകിയത്. പക്ഷേ ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം ബുദ്ധിമുട്ടാണ്, കമ്പനിയിൽ ഞാനിപ്പോൾ പ്രശ്നത്തിലാണ്, ഉടൻ ഫണ്ട് റിലീസ് ചെയ്യണമെന്നാണ് ഈ കൊടി അടിച്ചു നൽകിയ കമ്പനിയുടെ ഉടമ ബി.ജെ.പി. നേതാവിനോട് പറയുന്നത്. അതായത് 31 ലക്ഷം രൂപ കൊടിയുടെ പേരിൽ മാത്രം കമ്മീഷൻ വാങ്ങി എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ എന്നിട്ടും ബാക്കി കൊടുക്കാനുള്ള തുക ഈ കരാറുകാരനെ കൊടുത്തു തീർത്തില്ല എന്നാണ് അയാളുടെ ഒരു പ്രധാനപ്പെട്ട പരാതി. മറ്റൊരു വിവരം ഇന്ന് പുറത്തു വന്നത്, നേരത്തെ തന്നെ ഈ കൊട്ടേഷൻ പലതും വ്യാജമാണ് തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അത് കൊടി പ്രിൻ്റ് ചെയ്തത്, മോദിയെ സ്വീകരിക്കാനുള്ള കട്ടൗട്ടുകളുടെ കാര്യത്തിലൊക്കെ കമ്മീഷൻ തട്ടിയെടുത്തു ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ. ഇപ്പോൾ ഒരു വളരെ രസകരമെന്ന് തോന്നുന്ന ഒരു ബില്ലാണ് പുറത്തു വന്നത്. ഓരോ ദിവസത്തെയും ഓടിയ സമയം, ഓരോ ദിവസവും കാറുകൾ ഓടിയ സമയം, അതായത് വാടകയ്ക്ക് കാറുകൾ എടുത്തിരുന്നു, അതിൽ പോലും തട്ടിപ്പ് നടന്നു നേരത്തെ വ്യക്തമായതാണ്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 22-ാം തീയതി ഓടിയ കാറ് 278 കിലോമീറ്റർ കാർ ഓടിയിട്ടുണ്ട്. 27 മണിക്കൂർ ഓടി എന്നുള്ളതാണ് അതിൽ രേഖപ്പെടുന്നത്. അതായത് ഒരു ദിവസം തന്നെ 27 മണിക്കൂർ ഓടി, ഒരു ദിവസത്തെ ബില്ലാണിത്. അങ്ങനെയുള്ള കണക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് നൽകി. അതായത് 24 മണിക്കൂറുള്ള ദിവസത്തിൽ 27 മണിക്കൂർ എങ്ങനെ ഓടി എന്ന ചോദ്യമാണ് ദേശീയ നേതൃത്വത്തെ അമ്പരപ്പിച്ചത്.
കണക്കുകൾ BL സന്തോഷിന് മുന്നിലാണ് പരാതിയായി എത്തിയത്. അവിടെ അപ്പോൾ പരിശോധിക്കുമ്പോഴാണ് 27 മണിക്കൂർ എന്ന ഒരു കണക്ക് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള തികച്ചും കൗതുകരമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള വലിയ തട്ടിപ്പാണ് BJP നടക്കുന്നത്. അത് കൊടിയടിച്ചത് മുതൽ കട്ടൗട്ട് തയ്യാറാക്കിയത് മുതൽ ഹെലികോപ്റ്റർ യാത്രയിൽ വരെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇത് മൂടിവെക്കാൻ പരമാവധി BJPയുടെ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന് പരാതി ലഭിച്ച ശേഷം അങ്ങനെ സംഭവമേ ഇല്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. തീർച്ചയായും നേതൃത്വം അറിയാതെ ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടക്കുമോ? ആരൊക്കെയാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ളവർ? സ്വാഭാവികമായും ഇതൊരു ചെറിയ കണക്ക് മാത്രമാണ് ഈ കാറുമായി ബന്ധപ്പെട്ട് ഉള്ള തട്ടിപ്പ്. അതിനപ്പുറം കോടികളുടെ ഒരു തിരിമറി ഉണ്ടായിട്ടുണ്ട്. ഏകദേശം എത്ര കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് അന്വേഷിക്കാൻ പാർട്ടി തലത്തിലൊരു സമിതി രൂപീകരിക്കുമോ? മാത്രമല്ല ആ രീതിയിൽ ഇത് ദേശീയ നേതൃത്വം എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അരുൺ, ടോം, സംസ്ഥാന ട്രഷറർ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ക്രമക്കേടുകൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓഡിറ്റിംഗ് സംഘം നടത്തിയ പരിശോധനയാണ് കൊടിയുടെ അടക്കം മറ്റു കണക്കുകൾ പുറത്തു വരുന്നത്. സാധാരണ BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കൊടി നൽകുന്ന ദേശീയ നേതൃത്വമാണ്, സൗജന്യമായി സംസ്ഥാനങ്ങൾക്ക് നൽകും. ആ കൊടി ഇത്തവണ വരാൻ വൈകി. ആ അവസരത്തിലാണ് 1.5 കോടിയിലേറെ രൂപയുടെ കൊടി വാങ്ങാൻ ഓർഡർ കൊടുത്തത്. ആ കൊടുത്ത കമ്പനിയുടെ കാര്യമൊക്കെ ഇനിയും പുറത്തു വരാനിരിക്കുന്നു. ആ കമ്പനി അവിടെ നിന്ന് ആ 1.5 കോടിയുടെ കരാർ കൊടുക്കുമ്പോഴാണ് അതിൽ 31 ലക്ഷം രൂപ കമ്മീഷനായി BJPയുടെ സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്ക് നൽകിയതെന്ന് ആണ് ഈ പരാതിയിലും ഇപ്പോൾ ഈ ശബ്ദരേഖയിലുമൊക്കെ വ്യക്തമാക്കുന്നത്. അത് കൊടിയുടെ മാത്രം കാര്യമാണ്. കട്ടൗട്ടുണ്ട്, യാത്രകളുണ്ട്, ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതുണ്ട്, വാഹനങ്ങളുടെ പൈസയുണ്ട്. അങ്ങനെ ഓരോ ഇതിലും തട്ടിപ്പുണ്ട്. വളരെ രസകരമായ കഥകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമത്തിൽ ചുമതലയുണ്ടായിരുന്ന ഒരു നേതാവ് കോട്ടയത്ത് ഒരു 40 ലക്ഷത്തോളം രൂപ വിലയുള്ള ഒരു കാർ വാങ്ങാൻ പോവുകയും അവിടെ ലിക്വിഡ് ക്യാഷ് നോട്ടുകെട്ടുകൾ ആ കമ്പനിയുടെ ഓഫീസിൽ നിരത്തി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവർ സ്വാഭാവികമായും 39-40 ലക്ഷം രൂപ ആ രീതിയിൽ റെഡി ക്യാഷായിട്ട് വാങ്ങാൻ കഴിയില്ല. അത് നരേന്ദ്രമോദിനെ കൊണ്ടുവന്ന നിയമത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണത്. അങ്ങനെ വരുമ്പോൾ അവർ അത് ചോദ്യം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്രോതസ് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അച്ഛൻ ഏലം വിറ്റ് നൽകിയ പണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഈ പണം അവിടെ നൽകാൻ ശ്രമിച്ചു എന്ന കഥകളൊക്കെ BJPയിൽ തന്നെ പ്രചാരം നേടിയ ഈ ദിവസങ്ങളിലൊക്കെ കഥകളാണ്. അങ്ങനെ കേട്ടാൽ ഞെട്ടലുണ്ടാക്കുന്ന കഥകൾ. ഇങ്ങനെ ഒരു ദിവസം 27 മണിക്കൂറുണ്ടെന്ന് ബില്ല് കൊടുക്കാൻ കാണിച്ച ധൈര്യം, അതും ഒരു BJPയുടെ ജില്ലാ നേതാവിൻ്റെ പേരിലുള്ള കമ്പനിയാണ്, ട്രാവൽസാണ്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇപ്പോൾ ബില്ല് കൊടുത്തിരിക്കുന്നത്. GST നമ്പർ ഉൾപ്പെടെയുണ്ട്. നമ്മൾ പരിശോധിക്കുമ്പോൾ ആ GST നമ്പർ കൂടി വ്യാജമാണ്. അങ്ങനെ സർവത്ര വ്യാജവും സർവത്ര തട്ടിപ്പുമാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിക്കൽ നടന്നെന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. സുതാര്യതയാണ്, അഴിമതിരഹിത നേതൃത്വമാണ് BJPയുടെ ഏറ്റവും കരുത്തെന്ന് അവർ എപ്പോഴും അവകാശപ്പെടുന്നതാണ്. നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി അവർ ആ മുദ്രാവാക്യമാണ് കേരളത്തിലും പറയുന്നത്. ഇടത് വലത് മുന്നണികൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പാർട്ടി BJPയാണ്. ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. പരമാവധി ഇത് ഒതുക്കി തീർക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓരോ തവണ അവർ ഇത് അമർത്തി വയ്ക്കാൻ നോക്കുന്തോറും കൂടുതൽ ശക്തിയോടുകൂടി തെളിവുകൾ പുറത്തു വരികയാണ്, തെളിവുകൾ സംസാരിക്കുകയാണ്, തെളിവുകൾ BJP നേതാക്കളോട് മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ നൽകിയത്? ഏറെ നാണക്കേടുണ്ടാക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. BJPയെ സംബന്ധിച്ച് BJP ഫണ്ട് തട്ടിപ്പിലാണ് നിർണായക ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.